പഴയ നിയമത്തിലെ മെൽക്കിസദേക്കിനെ കുറിച്ച് ചില വ്യാഖ്യാനങ്ങൾ നടത്തുമ്പോൾ പുതിയ നിയമത്തിലെ ഒരു വചനത്തിൻ്റെ ഘടകവിരുദ്ധമായി അത് മാറുന്നു എങ്കിൽ അത് നമുക്ക് കണ്ണടച്ചു വിടാൻ പറ്റുമോ? പഴയ നിയമത്തിലെ മെൽക്കിസദേക്കിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞതിന് വിരുദ്ധമായ ഹെബ്രായ ലേഖനത്തിലെ ഒരു വാക്യവും ഞാൻ കാണിക്കാം. അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല, അവൻ്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല, ദൈവപുത്രന് സദൃശനായ അവൻ എന്നേക്കും പുരോഹിതനാണ്. മൽക്കിസദേക്ക് എന്ന് പറയുന്നത് നോഹയുടെ മൂത്ത മകനായ ഷേമായിരുന്നു എന്ന് പല റബ്ബിമാരും വിശ്വസിക്കുന്നു. മറ്റു ചില ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇത് ഷേമായിരിക്കില്ലെങ്കിൽ ഷേമിന്റെ സന്തതികളിൽ ആരെങ്കിലും ആകാം എന്നൊരു അഭിപ്രായം ഉണ്ടാവുന്നുണ്ട്. ഷേമിന് ആരംഭമുണ്ട്, അവസാനമുണ്ട്. ഷേമിന് പിതാവുണ്ട്, മാതാവുണ്ട്. മെൽക്കിസദേക്കിന് മാതാവോ പിതാവോ വംശപരമ്പരയോ ഇല്ല എന്ന് ഹെബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. കേട്ടു നോക്കാം. എന്തുമാവട്ടെ, ബൈബിളിന്റെ മൊത്തത്തിലുള്ള ഒരു ത്രെഡുമായി ചേർത്ത് വായിച്ചു പോകുമ്പോൾ തീർച്ചയായും അബ്രഹാമിന്റെ പൂർവ്വപിതാവായിരുന്ന ഷേമോ, ഷേമിന്റെ സന്തതി പരമ്പരകളിൽ ആരെങ്കിലുമോ ദൈവം നൽകിയ അനുഗ്രഹത്തിന്റെ കൈവഴികൾ കൈമോശം വരാതെ കാത്തു സൂക്ഷിച്ച ആരോ ഒരാൾ മൽക്കിസദേക്ക് എന്ന ഈ വ്യക്തിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. അച്ഛനോട് ഉറപ്പിച്ചു പറയുന്നില്ലേ? തീർച്ചയായും അബ്രഹാമിന്റെ പൂർവ്വപിതാവായിരുന്ന ഷേമോ, ഷേമിന്റെ സന്തതി പരമ്പരകളിൽ ആരെങ്കിലുമോ സന്തതി പരമ്പരകളിൽ ആരോ ആയിട്ടാണെന്ന് അച്ഛൻ തീർച്ചയായും എന്ന വാക്കോടുകൂടി ഉറപ്പിച്ചു പറയുന്നുണ്ട്. ബൈബിളിന്റെ മൊത്തത്തിലുള്ള ത്രെഡുമായി യോജിച്ചു പോവില്ല എന്നതിന് തെളിവാണ് ഈ വചനഭാഗമുള്ളത്.